ട്രംപ് പണി തുടങ്ങി. മാർക്കറ്റ് ഈ 5070 ആ റേഞ്ച് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 24,800 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിംഗ് പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നോബൽ സമ്മാനം കിട്ടുമോ നോബൽ സമ്മാനവും ഒന്നും കിട്ടിയില്ല. ചൈന ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് അതുവരെ അവൻ താരിഫിനെ കുറിച്ച് ട്രംപിന് ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഉണ്ടടാ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആശാൻ വീണ്ടും അങ്ങ് പണി തുടങ്ങി. 100% താരിഫ് വീണ്ടും ചൈനയ്ക്ക് കൊടുക്കുമെന്നൊരു ഭീഷണി സ്വരത്തോടു കൂടി മാർക്കറ്റിലേക്ക് പോയി. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല രീതിയിൽ സെൽ ഓഫ് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ മാർക്കറ്റ് സെൽ ഓഫ് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഏകദേശം പറഞ്ഞാൽ നിഫ്റ്റി 25,260 ഭാഗത്തൊക്കെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. വീണ്ടും ഗോൾഡും സിൽവറൊക്കെ കയറിപ്പോയി. നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾ ഏകദേശം 25,205, നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്ന 25,420 ഭാഗത്ത്. അവിടെ നിന്ന് ഏകദേശം പറഞ്ഞാൽ 220 പോയിന്റ് മൈനസിലാണ് ഓപ്പൺ ചെയ്ത് ഡൗൺ ചെയ്ത്. S&P മിനി അടിച്ച് പണ്ടാരടങ്ങി, ഡൗ ജോൺസ് അടിച്ച് പണ്ടാരടങ്ങി, US നാസ്ഡാക്ക് അടിച്ച് പണ്ടാരടങ്ങി. എല്ലാം ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിങ്. നിങ്ങൾ ബിറ്റ് കോയിൻ നോക്കിയാൽ ബിറ്റ് കോയിനും അടിച്ച് ലെവലില്ലാത്ത രീതിയിലേക്ക് താഴേക്ക് വന്ന് അങ്ങനെ ഒരു കിടിലം സെൽ ഓഫിലൂടെ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായപ്പം നമ്മുടെ മാർക്കറ്റ് അവസാനിച്ചത്. സോ ഇത് റെക്കോർഡിങ് നമ്മളെ മാർക്കറ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് അടിച്ച് ഒരു നെഗറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ വീണ്ടും 25,500 ഭാഗത്ത് നമുക്ക് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. വീണ്ടും ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ഒരു സെൽ ഓഫ്, നമ്മളൊരു ഡേ ക്യാൻഡിൽ എടുത്ത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഒരു 25,500 ഭാഗത്ത് ഒരു ഹെവി ഒരു സെല്ലിങ് വീണ്ടും മാർക്കറ്റിലേക്ക് ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഈ ഒരു സെല്ലിങ് വന്ന കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കഴിഞ്ഞ വർഷം സെല്ലിങ് വന്നത്. ആ ഭാഗത്ത് വീണ്ടും ഒരു 25,500 ഭാഗത്ത് വീണ്ടും ഒരു സെൽ ഓഫ് കൃത്യമായിട്ട് വരുന്നു. അപ്പൊ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് വീണ്ടും ആക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു മാർക്കറ്റും കൂടെയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു റേഞ്ച് എസ്റ്റാബ്ലിഷ് ആയി പൊക്കോണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റും കൂടെയാണ് നമ്മുടെ മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എനിക്ക് വീഡിയോ ഇല്ലായിരുന്നു. കാരണം ഒരു ഹെൽത്ത് സംബന്ധമായ കുറച്ച് ബോഡിയും പെയിനും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡും ഇല്ല. മൂഡല്ല, മീൻസ് എനിക്കൊരു വയ്യായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ വ്യാഴാഴ്ച രാത്രിയുള്ള വീഡിയോ, വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടിയുള്ള വീഡിയോ ഇല്ലാത്തത്. ആ വീഡിയോ ഇല്ലാത്തതിന് എല്ലാവരുടെ അടുത്തും ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് പുതിയൊരു നാളെ ഈ വരാൻ പോകുന്ന നാളത്തേക്ക് വേണ്ടിയുള്ള മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂവിലേക്ക് കടക്കാം. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഒരു മാർക്കറ്റിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഒരു നോർമൽ വേരിയേഷൻ. പിയുടെ ഷേപ്പ് ഒക്കെ പി ആണ്, ഇറ്റ്സ് എ ഷേപ്പ്. ബട്ട് ഞാനത് പ്രൊഫൈലിന് സെറ്റപ്പ് പ്രകാരം മീൻസ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. മിഡ് ക്യാപ്പും ഓൾമോസ്റ്റ് നോർമൽ വേരിയേഷൻ അവിടെ. പക്ഷെ നമ്മുടെ പ്രൊഫൈലിന്റെ ഷേപ്പ് നോക്കുമ്പോൾ ഇറ്റ്സ് എ പ്യുവർലി പി ഷേപ്ഡ് ആണ്. സോ ഇനി ഫ്രഷ് ബൈ എന്ന് പറയണമെങ്കിൽ ഇത് യൂഷ്വലി നമ്മുടെ ഇന്നലെ വെള്ളിയാഴ്ച വന്ന ഹൈക്ക് മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് നോർമൽ വേരിയേഷൻ അപ്ഡേ, ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിരുന്നു. ഓപ്പൺ ഡ്രൈവ് പോലത്തെ ഒരു ഫ്യൂച്ചേഴ്സിൽ ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു. ഇതിലൊരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഞാനിത് ഓപ്പൺ ഡ്രൈവ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. സോ മിഡ് ക്യാപ്പ് ഒരു ഓപ്പൺ ഡ്രൈവ് വിത്ത് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. നമ്മുടെ POC വന്നേക്കുന്നത് 13,155 ഭാഗത്താണ് POC വന്നേക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആ POC ഒന്ന് മാർക്ക് ചെയ്യാം. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POC 13,155 ഭാഗത്താണ് POC. അപ്പൊ നമുക്ക് ആദ്യം POCകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. 13,155 ഇതാണ് മിഡ് ക്യാപ്പിന്റെ POC. സോ ഇതിന് മണ്ടയിൽ നിൽക്കുക, ഇതിപ്പോ ഈ POC ആണ്. ഇനി നമുക്ക് ഫ്രഷ് ബൈയിങ് എന്ന് പറയുമ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 13,185 അല്ലെങ്കിൽ ഇന്നലെ വന്ന ഹൈ ആയ എത്രയാണ്
ഇന്നലെ വന്ന ഹൈ ആയ 13,182. അപ്പൊ ഞാൻ 185 മുകളിൽ മാത്രമേ ഇനി ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൈ ചിന്തിക്കുന്നത്. 13,185 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോവാം? നമ്മൾ 155 അല്ല 189 പഴയ ഒരു POC ആണ്. അപ്പൊ 190 ആക്കി നമുക്ക് കൂട്ടാം. അപ്പം 13,190ക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,244ന്റെ ഭാഗത്തേക്ക് പോകും. ആദ്യത്തെ R1 എന്ന് പറയുമ്പോൾ 13,244 പഴയ ഒരു POC ഉണ്ട്. ആ POCയുടെ ഭാഗത്തേക്ക് പോവാം. 13,244ന്റെ ഭാഗത്തേക്ക് പോവാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്ത ഹൈ ആ ദിവസം ഒന്ന് ഹൈ ആയ കൃത്യമായി പറയുകയാണെങ്കിൽ 13,270 ആണ്. എത്രയാണ്? 13,270യുടെ ഭാഗത്തേക്ക് പോകും. 13,270ന്റെ ഭാഗത്തേക്ക്. എത്രയാണ്? 13,270ന്റെ ഭാഗത്തേക്ക് പോകാനും അടുപ്പിച്ചാണ് ടാർഗറ്റ് 244 മുകളിൽ. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഇനി നമുക്ക് ഇത് വെക്കാം. 13,292 വെക്കാം. സെക്കൻഡ് ടാർഗറ്റ് 13,290. അത് പഴയ ഒരു POC സെല്ലിംഗ് വന്ന ഏരിയയാണ്. 13,292 വെക്കാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 13,341ന്റെ ഭാഗത്തേക്ക് വരാം. അത്രയാണ് തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,341ന്റെ ഭാഗത്തേക്ക് വരാം. 13,341 13,341ന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച്. സോ 13,190ക്ക് മുകളിൽ മാത്രമേ നിങ്ങളൊരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നാളെ നമ്മളെ മിക്കവാറും ഒക്കെ ഗ്യാപ് ഡൗൺ വരുന്ന സമയത്ത് മാർക്കറ്റ് വേണമെങ്കിൽ ഒരു ഇന്ത്യ ഇപ്പം എന്താണ് ഇന്ത്യ ചൈന ചീനി ബായ് ബായ് എന്ന് പറയും പോലെ മാർക്കറ്റ് വേണമെങ്കിൽ നാളെ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാൻ 13,003 പൊട്ടണമെങ്കിൽ മാത്രമേ ഒരു ഫ്രഷ് സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. എത്രയാണ്? 13,000 എന്ന ആ ഒരു ബിഗ് റൗണ്ട് നമ്പർ പൊട്ടണമെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് പറയുന്നുള്ളൂ. ഈ 13,000 മാർക്കറ്റ് പൊട്ടണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് വരാം? ഫസ്റ്റ് ടാർഗറ്റ് 12,950 വരെ വരാം. എത്രയാണ്? 12,950 വരെ വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരുന്നത് 12,896ന്റെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 12,896ന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു POC കണ്ടുള്ള നമ്മുടെ മൺഡേ 6th ഒക്ടോബറിലെ POC ആയ 12,858ന്റെ ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 12,858ന്റെ ഭാഗത്തേക്ക്. ചുരുക്കി പറഞ്ഞാൽ 13,000 പൊട്ടിയാൽ മാത്രമേ സസ്റ്റെയിൻ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് നമുക്ക് എങ്ങോട്ട് വരാം? 12,950, 12,896, 12,858 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് നോക്കേണ്ടത് ഇനി അടുത്തത് നമ്മളെ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു. ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ഷേപ്പ് വന്ന് പി ആണ്. പക്ഷെ ഞാൻ നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇനി 56,800 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതായത് 56,800 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. 56,800 മുകളിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ POC നിൽക്കുന്നത് 56,642ന്റെ ഭാഗത്താണ് POC. സോ ചുരുക്കി പറഞ്ഞാൽ നാളെ മാർക്കറ്റ് 642 നിൽക്കണം. നമ്മളെ മിക്കവാറും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം ഈ POCയുടെ ഭാഗത്ത്. വേണമെങ്കിൽ 56,140 ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഞാൻ ആ റേഞ്ച് കണക്കാക്കിയിട്ടാണ് ഇനി സെല്ലിംഗ് പറയുന്നത്. 56,145 പൊട്ടയാണെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് ഫസ്റ്റ് എത്ര വരും? നമ്മളെ സംബന്ധിച്ചുള്ള 56,000 എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് റൗണ്ട് നമ്പർ ഒരു സപ്പോർട്ടീവായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ 56,000 ഫസ്റ്റ് ടാർഗറ്റ് വരും. 56,000 താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത വരുന്നത് 55,837 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുള്ള ലോ ആണ് 558.37. ആ ഒരു ലോ ഈ ഒരു ഭാഗത്തേക്ക് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ നിൽക്കുന്നുണ്ടെങ്കിൽ 55,636 നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഹൈ അവിടെ നിന്ന് മാർക്കറ്റ് കയറി പി ഷേപ്പിന് ഹൈ ആയിരുന്നു. 56,636ന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് 56,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും? ഇവഞ്ച്വലി ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഴയ ലെവലിന്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 56,949ന്റെ ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 56,950ന്റെ ഭാഗത്തേക്ക് ഒരു പോയിന്റ് ഞാൻ കൂട്ടി വെച്ചു. അതിന് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ 57,078ന്റെ ഭാഗത്തേക്ക് വരാം. 57,078ന്റെ ഭാഗത്തേക്ക് വരാം.
അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 57,271 ഭാഗത്തേക്കും വരാം. അത് പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ, അവിടെ നിന്നാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി തുടങ്ങിയത്. സോ 56,800 പൊട്ടുകയാണെങ്കിൽ 56,950, 57,078, 57,271 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. നിഫ്റ്റി എന്ന് പറയുന്ന വാക്ക് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അടിപൊളി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആയിരുന്നു. ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു. പക്ഷെ എല്ലാം പി ഷേപ്പ്ഡ് കളറിലാണ് വന്നിരിക്കുന്നത് പ്രൊഫൈൽ. സോ നിഫ്റ്റിയിൽ എന്നെ സംബന്ധിച്ച് നാളെ ഈ 25,155 പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വരും. ഞാൻ പക്ഷെ അതിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ വയ്ക്കുന്നത് 25,96 താഴെ മാത്രമേ ഒരു ബെയറിഷ് റെഫറൻസ് വയ്ക്കുന്നുള്ളൂ. അപ്പം 25,096 പൊട്ടുകയാണെങ്കിൽ നമ്മൾ എവിടെ വരാം? നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റി തിരിച്ച് 24,819 ഭാഗത്തേക്ക് റിട്രസ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 24,570 ആ ഒരു 90 റേഞ്ച് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റി 24,800 900 റേഞ്ചിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ 25,96 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,024 ഭാഗത്തേക്ക് വരാം. 25,024 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി. അതിന് താഴെ 24,970 ഭാഗത്തേക്ക് വരാം. 24,970 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് അവിടെയാണ്. അതിന് താഴെ നിൽക്കുമെങ്കിൽ 24,900 ഭാഗത്തേക്ക് എത്രയാണ്? തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,900 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് സ്പോട്ടിന് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ട ബൈയിങ്ങിന്റെ സ്ഥലം. അപ്പൊ ഇന്നലത്തെ POC വന്നിരിക്കുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ POC വന്നിരിക്കുന്നത് 25,296 ഭാഗത്താണ് POC. ഞാനെന്നാ POC ഒന്ന് മാറ്റി വയ്ക്കാം. 25,296 ഭാഗത്തേക്ക് POC വന്നു. ഇനി നമുക്ക് ബൈ എടുക്കണമെങ്കിൽ 25,330 മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് നിൽക്കൂ. 25,330 മുകളിൽ മാത്രമേ ഇനി ഫ്രഷ് റാലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ആ റാലി എവിടം വരെ പോവാം? ആ റാലി ഫസ്റ്റ് വരുന്നത് 330 ഫസ്റ്റ് റാലി വരുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,370 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,370 ഭാഗത്തേക്ക് വരാം. എത്രയാണ്? 25,370 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. 370 പൊട്ടുകയാണെങ്കിൽ അടുത്ത വരുന്നത് ഇതാണ് 426 എന്ന് പറഞ്ഞ POC. പഴയ ഒരു POC ആണ്. 25,426 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 25,500 എന്ന് പറഞ്ഞ ബിഗ് റൗണ്ട് നമ്പറിന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 25,330 മുകളിൽ മാർക്കറ്റ് വീണ്ടും ഒരു റാലി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കും. ആ റാലി എങ്ങോട്ട് പോകും? 25,370, 426, 500 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് പണി തുടങ്ങി. മാർക്കറ്റ് 25,070 ആ റേഞ്ച് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ 24,800 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ വീഡിയോ കാണുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡ് കിട്ടേണ്ടത് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇപ്പം പണി തുടങ്ങുന്ന ചാത്തൻ നല്ലൊരു മൂവ്മെന്റ് തരട്ടെ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഹാപ്പി സൺഡേ ടു ഓൾ ഓഫ്